അതായത് ജമാഅത്ത് ഇസ്ലാമി അല്ല വെൽഫെയർ പാർട്ടിയാണ് 2019 മുതൽ UDFിൻ്റെ കൂടെ നിൽക്കുന്നത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മുമ്പ് ഇടപെട്ടിരുന്നു. മുമ്പ് 1987 തെരഞ്ഞെടുപ്പ് മുതൽക്കാണ് അവർ വോട്ടിംഗ് രംഗത്ത് വരുന്നത്. അന്ന് മൂല്യം നോക്കി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പറഞ്ഞു. എനിക്കറിയാം, കോഴിക്കോടൊക്കെ അവർ അന്ന് വീരേന്ദ്രകുമാറിനെ പരസ്യമായിട്ട് പത്രത്തിൽ പേര് പ്രസിദ്ധീകരിച്ചിട്ടാണ് വോട്ട് ചോദിച്ചത്. 96 അവർ വ്യക്തമായ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. അതിൻ്റെ കാരണം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്ന് കോൺഗ്രസ് ഗവൺമെൻറ് RSSനെയും ജമാഅത്ത് ഇസ്ലാമിയെയും നിരോധിച്ചപ്പോൾ ആ പേരിൽ 96 മുതൽ 2016 വരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും അവർ UDFിൻ്റെ കൂടെ അല്ല LDFിൻ്റെ കൂടെ നിന്നു. 2010 വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നത്. അപ്പോഴും ബന്ധം തുറന്നു LDFുമായിട്ടുള്ള. എന്നാൽ 2019 വന്നപ്പോൾ അവർ അഖിലേന്ത്യാ തലത്തിൽ തീരുമാനമെടുത്തു കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ UDFിനെ പിന്തുണച്ചു. 2019 പിന്തുണച്ചു, 2024 പിന്തുണച്ചു. അസംബ്ലിയിലൊക്കെ ഒരു ചില സ്ഥലത്തൊക്കെ മത്സരിച്ചിരുന്നു. അല്ലാതെ 2019 വരെ ഞങ്ങളെ സഹായിച്ചിട്ടില്ല. 2019 ആദ്യമായിട്ട് കോൺഗ്രസിനും UDFിനും അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തത്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ UDFിന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ ഏറ്റവും രസകരമായി 2019 പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും ബഹളം ഉണ്ടാക്കാത്തവർ ഇപ്പം എന്താ എന്തോ ഒരു ഭൂകമ്പം നടന്ന പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കത്തുന്നു. എന്ത് കത്തുന്നു? പിന്തുണ വിവാദം കത്തുന്നു. അങ്ങനെ കത്തേണ്ട ഒരു തീയും ഉണ്ടായിട്ടില്ല അവിടെ. ഇതൊക്കെ ഷൂ പോലെ പോകുന്നതാണ്. അത് 2006 പിണറായിൻ്റെ ദേശാഭിമാനി ലേഖനം പരിശോധിച്ചാൽ മതി. അല്ല, അന്ന് ശ്രീ മദനി നടത്തിയ പ്രഭാഷണങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് അകാരണമായി പീഡിപ്പിച്ചപ്പോൾ UDF ഉൾപ്പെടെ നിയമസഭയിൽ ഐക്യകണ്ഠ്യേന പ്രമേയം പാസ്സാക്കാൻ ഞങ്ങൾ കൂട്ടുനിന്നു. യുനാനിമസ് ആയിട്ടാണ് അസംബ്ലിയിൽ പ്രമേയം പാസ്സാക്കി. കാരണം വിചാരണ കൂടാതെ ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് പിന്തുണച്ചാണല്ലോ. ഏതാ? ആ ആ അല്ല, ഞാൻ പറഞ്ഞത് അതല്ല. ഞാൻ പറഞ്ഞത് 2019 വരെയുള്ള ഇവരുടെ സ്റ്റാൻഡ് ആൻറ്റി UDF ആൻറ്റി കോൺഗ്രസ് ആയിരുന്നു. 19 ശേഷം അവർ നിലപാട് മാറ്റി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ UDFിനെ സഹായിച്ചു. PDPയുടെ കാര്യം, PDPക്ക് പരിവർത്തനമൊന്നും അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. പക്ഷെ മദനി ആ സ്റ്റാൻഡ് മാറ്റി. ആ സ്റ്റാൻഡ് അദ്ദേഹം മാറ്റി പറഞ്ഞു.